ഹായ് ഫ്രണ്ട്സ്, ഏത് ജന്മകൽപ്പനയുടെ ഇന്നത്തെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആകാശിനെ ഓടിച്ചു വിടാനിട്ട് നമ്മുടെ അഞ്ജലി ഞാൻ പൊക്കോളാം ചേച്ചി എന്ന് പറഞ്ഞിട്ട് ആകാശ് പോകുന്ന സമയത്ത് എനിക്ക് അവിടെ നിന്ന് എണീറ്റിട്ട് ചേച്ചി പോയോ എന്ന് ചോദിക്കുമ്പോഴേക്കും ആകാശ് അവിടെ തന്നെ വീഴ്ത്തിയിടുകയാണേ. അങ്ങനെ അഞ്ജലി പോയി കഴിഞ്ഞതിന് ശേഷം ആകാശ് ചോദിക്കുന്നുണ്ട് എനിക്കയോട്, എന്താ എനിക്ക് ബ്രോ ഇത്, വാട്ട് ദ ഹെൽ ഈസ് ദിസ്, ഇതാകെ കുളപ്പിക്കും, ഇനി ഇവിടെ കൂടുതൽ നിന്നാലേ ഇവിടെ കുളപ്പിക്കും എന്ന് പറഞ്ഞിട്ട് ആകാശ് എനിക്ക് കൂട്ടിയിട്ട് പോവാണേ. തുടർന്ന് നമ്മുടെ ശ്യാം ശ്രുതിയെ ജനാലിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ജനാലിൻ്റെ അടുത്തേക്ക് വന്നിട്ട്, ശ്യാം ബ്രോ ആരെയാ ഇത്ര കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നേ, അഞ്ജലി ചേച്ചിയാണോ? ഏയ്, ഞാൻ അഞ്ജലി ഒന്നല്ല നോക്കിയത്, മറ്റുള്ളവർ ഇത്രയ്ക്ക് സുന്ദരികളായിരിക്കുമ്പം ഭാര്യയെ ആരും നോക്കാനല്ലേ? എന്താ അങ്ങോട്ടേക്ക് പോകണമെന്നുണ്ടോ? അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു സാരി ഞാനും സെറ്റാക്കി തരാം, എന്താ വേണോ? ഏയ് അതൊന്നും വേണ്ട, ഇതൊക്കെ ഒരു തമാശയല്ലേ ബ്രോ എന്നൊക്കെ പറയുമ്പോൾ ഏയ് വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് ശ്യാം അങ്ങ് പോവാട്ടോ. തുടർന്ന് എനിക്ക് പറയുന്നുണ്ട്, ഇതുവരെയുള്ളതൊക്കെ സെറ്റായി, ഇനി ഇരിക്കാൻ ഒരു സ്പേസ് കൂടെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ അമ്മയുടെ അടുത്ത് പോയിരിക്കുകയാണേ. ഓ ഗോഡ്, ഐ ആം ട്രാപ്ഡ്. ആൻറ്റിയുടെ അടുത്താണോ വന്നിരിക്കുന്നത്? ഓ ഗോഡ് പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പറഞ്ഞ് അവിടുന്ന് എണീക്കുമ്പോൾ അമ്മായി കാണാണേ. എന്താ കുട്ടി ഇവിടുന്ന് എണീറ്റ് പോന്നേ, ഇവിടെ ഇരിക്കേ എന്ന് പറഞ്ഞ് പിടിച്ചെടുത്താണേ. എന്താ കുട്ടിയുടെ പേര്? സൗണ്ട് മാറ്റിയിട്ടാണേ പറയുന്നത്. ആദ്യം എനിക്കേ പറയും, എന്താ നന്ദിനി എന്ന് പറഞ്ഞു കൊടുക്കട്ടോ. എന്താ കുട്ടിയുടെ സൗണ്ട് ഇങ്ങനെ? അത് ചെറുപ്പത്തിലെ അങ്ങനെ തന്നെയാ. എനിക്കയുടെ കൈ പിടിച്ചിട്ട് നോക്കുന്നുണ്ട്, ഇതെന്റെ കൈയൊക്കെ പരുപരുത്തിരിക്കുന്നേ, നിനക്കെന്താ പാറമടയിലായിരുന്നോ ജോലി? പെൺകുട്ടികളായാലേ അല്പസ്വല്പം അഞ്ഞൊരുങ്ങി നടക്കണം. മനോരമയുടെ കൂട്ട് ഓവറായിട്ടല്ലെങ്കിലും അല്പസ്വല്പം നീ കൈയൊന്നും ഇങ്ങോട്ട് കാട്ടിയേ, ഞാൻ മൈലാഞ്ചി ഇട്ട് തരാന്ന് പറയുമ്പോൾ എനിക്ക് വീണ്ടും എണീക്കാണേ. ഇവിടെ ഇരിക്കൂ കുട്ടി എന്ന് പറഞ്ഞ് വീണ്ടും ഇരുത്താണേ. കുട്ടി നിന്റെ കല്യാണം കഴിഞ്ഞതാണോ? അല്ല എന്ന് പറയുമ്പോൾ പറ്റിയൊരു ചെറുക്കനുണ്ട്, ഞാൻ ആലോചിക്കട്ടെ. ഇവിടുത്തെ കല്യാണച്ചക്കൻ ആകാശില്ലേ, അവന്റെ ചേട്ടൻ, ആളൊരു ചൂടനാണെന്നേ ഉള്ളൂ, പക്ഷെ പാവാ, ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറയുമ്പോൾ എനിക്കേ പറയുന്നുണ്ട്, ഓ ആകാശ് ബ്രോ സേവ് മീ, എന്നെ മാരേജ് ചെയ്യിപ്പിക്കാനോ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ശ്രുതി വന്നിട്ട്, നിനക്ക് സമ്മതാണെങ്കിൽ അമ്മായിയൊക്കെ ഓക്കെ ആക്കി തരൂട്ടോ എന്ന് പറയണേ. നീ എന്താ മുഖത്തേക്ക് നോക്കാത്തത്, ഒന്ന് മുഖം കാണിച്ചേ എന്ന് പറഞ്ഞിട്ട് തിരിക്കുമ്പോൾ എനിക്ക് ആ ഷാളൊക്കെ തലേന്നൂരി അവിടുന്ന് ഓടാൻ വേണ്ടി നിൽക്കുകയാണേ. അയ്യോ എനിക്ക് സാർ, ഇത് നമ്മുടെ എനിക്ക് സാറല്ലേ, സാറെന്താ ഇവിടെ? അത് പിന്നെ സോറി ശ്രുതിക്കുട്ടി എന്ന് പറഞ്ഞ ഒരൊറ്റ ഓട്ടാട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ചിരിക്കുകയാണേ. പിന്നെ കാണിക്കുന്നത് ആകാശമൊക്കെ സാരി ചുറ്റി നിൽക്കുന്ന തന്നെ കേട്ടോ എനിക്കോടൊപ്പം. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾ പെണ്ണുങ്ങളെ വിഡ്ഢികളാക്കാമെന്ന് കരുതിയോ? എന്താ ആകാശം ഇതിനർത്ഥം? അത് പിന്നെ മുത്തശ്ശി, ഞാനൊന്നും അറിഞ്ഞതല്ല, ഞാൻ പിന്നെ വെറുതെ അതിലെ പോയപ്പോൾ, അതെ ഞങ്ങൾ അതിലെ പോകുമ്പോൾ അവിടെ സാരി കണ്ടപ്പോൾ എന്നൊക്കെ പറയുമ്പോഴേക്കും അഞ്ജലി പറയുന്നുണ്ട്, ഓ സാരി കണ്ടപ്പോൾ. എൻ്റെ മുത്തശ്ശി, ഇവർ രണ്ടുപേരും കള്ളം പറയാ, ഇതിന് രണ്ടുപേർക്കും പങ്കുണ്ട് എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു വേഷം കെട്ടാൻ ആര് നിങ്ങളോട് പറഞ്ഞു എന്ന് പറയണേ. സത്യം പറ ആകാശേ, നിന്റെയാണോ അതോ ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന ഇവന്റെ ആണോ എന്ന് ചോദിക്കുമ്പോൾ ആ മെഹന്തി ഇടുന്ന പെണ്ണ് ചോദിക്കുന്നുണ്ട്, കൈവെള്ളയിൽ ആരുടെ പേരാണ് എഴുതേണ്ടത് എന്ന കാര്യം. അപ്പൊ ഇവരെ ആരും ശ്രദ്ധിക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പൊ വീണ്ടും മുത്തശ്ശി പറയുന്നുണ്ട്, വേഗം പറഞ്ഞോ ആരുടെ ഐഡിയ എന്ന് ചോദിക്കണേ. അപ്പോഴും ഈ സ്ത്രീ ചോദിക്കുന്നുണ്ട്, അല്ല ആരുടെ പേര് എഴുതണം? അപ്പൊ എനിക്ക് പറയുന്നുണ്ട്, അശ്വിൻ ബ്രോയുടെ. അപ്പൊ ആ മെഹന്തി ഇടുന്ന പെണ്ണ് പറയുന്നുണ്ട്, അശ്വിൻ എന്ന് എഴുതാ അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷെ ഇതൊന്നും ശ്രുതിയും മറ്റുള്ളവരും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. അപ്പൊ ശ്രുതി ഐഡിയയുടെ കാര്യം പറയുമ്പോൾ അശ്വിൻ ബ്രോയുടെ എന്ന് ഒക്കെ പറയുന്നത് കേട്ടിട്ടാണ്, കടലമുട്ടയുടെയോ, അയാൾക്ക് ഇതെന്തു പറ്റി എന്നൊക്കെ ചോദിച്ച് നിൽക്കുമ്പോഴാണ് കേട്ടോ മെഹന്തി ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അഞ്ജലിയും പറയുന്നുണ്ട്, കുഞ്ഞൻ ഇന്നേ വരെ ചെയ്യാത്ത ഓരോരോ കാര്യങ്ങളാണല്ലോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവൻ എന്തു പറ്റി? അപ്പോൾ മുത്തശ്ശിയും പറയുന്നുണ്ട്, നിങ്ങളെ വേഷം കെട്ടിച്ച് വിട്ടത് കുഞ്ഞനോ? അതേ മുത്തശ്ശി, അശ്വിൻ ബ്രോ ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ തമാശയ്ക്ക് ഇതുപോലെ തമാശകൾ നിങ്ങൾ ഇനി മേലാൽ ചെയ്യരുത് എന്ന് പറയട്ടോ മുത്തശ്ശി. ദേ രണ്ടെണ്ണത്തിനെയും ഈ പരിസരത്ത് കാണരുത്, പിന്നെ കുഞ്ഞനോട് എന്നെ വന്നൊന്ന് കാണാൻ വേണ്ടി പറ. ഡെഫിനറ്റ്ലി മുത്തശ്ശി, എന്നാ രണ്ടും പൊക്കോ എന്ന് പറയുമ്പോൾ താങ്ക് യു മുത്തശ്ശി എന്ന് പറഞ്ഞാൽ എനിക്കും ആകാശം അങ്ങ് പോവാട്ടോ. അപ്പോൾ അവിടെ നിന്ന് ശ്രുതി പറയുന്നുണ്ട്, എൻ്റെ കുട്ടികൃഷ്ണ ആ കടലമുട്ടായി ഇനി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോവാണോ? അയാളുടെ മുഖം എനിക്ക് കാണുകയേ വേണ്ട, എന്തോ അയാൾ വന്നാൽ എൻ്റെ നെഞ്ചിടിപ്പ് കൂടും എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണേ. തുടർന്ന് എനിക്ക് വന്ന് പറയുന്നുണ്ട്, മുത്തശ്ശി ഞാനിവിടെ എല്ലാം അന്വേഷിച്ചു, അശ്വിൻ ബ്രോയെ കാണാനില്ല, പിന്നെ അവൻ എവിടെ പോയി? അഞ്ജലി നിന്നോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ആ മുത്തശ്ശി, അവൻ ഒരാളെ കാണാൻ പോകുമെന്ന് പറഞ്ഞു, പെട്ടെന്ന് തന്നെ തിരിച്ചു വരാമെന്നാ പറഞ്ഞത്, അവൻ ഇതെവിടെ പോയി എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, എൻ്റെ കുട്ടി കൃഷ്ണ ഞാൻ പ്രാർത്ഥിച്ചപ്പോഴേക്കും നീ അത് എനിക്ക് നടത്തി തന്നല്ലോ, ഇനി അയാളുടെ തിരുമോന്റെ എനിക്ക് കാണേണ്ടല്ലോ. താങ്ക് യു കുട്ടി കൃഷ്ണ എന്ന് പറഞ്ഞ് നിൽക്കുകയാണേ.
അങ്ങനെ അഞ്ജലി പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ ഒരു കാറ് വരികയാണേ. ആ മുത്തശ്ശി കുഞ്ഞൻ വന്നെന്ന് തോന്നുന്നു, ഞാൻ ഇന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞു പോകുമ്പോൾ വന്നത് കല്യാണ പെണ്ണിന് മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ത്രീയാണ് കേട്ടോ. അപ്പൊ ആ പെണ്ണ് പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ മൈലാഞ്ചി ഇടാൻ വന്ന ആളാണ് എന്ന കാര്യം. എന്നിട്ട് പ്രീതിക്കരികിൽ പോയിട്ട് ഇത് നല്ല ആർട്ടുള്ളതാണ്, ഇതുപോലെ ഇത് സെറ്റ് ആക്കല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ മനോരമ ഇങ്ങനെ പിറുപിറുക്കാണ് കേട്ടോ. കല്യാണ പെണ്ണിന് മെഹന്തി ഇടാൻ സ്പെഷ്യൽ ആളോ? ഹലോ എക്സ്ക്യൂസ് മീ, ദാറ്റ് ഈസ് മൈ ഡോട്ടർ ഇൻ ലോ, ഞാൻ അവളുടെ മദർ ഇൻ ലോ. അപ്പൊ ആദ്യം എന്റെ ഹാൻഡിലാ മെഹന്തി ഇടേണ്ടത്. അപ്പൊ ആ പെണ്ണ് പറയുന്നുണ്ട്, അയ്യോ എന്നോട് കല്യാണ പെണ്ണിന് മാത്രം മെഹന്തി ഇടാനാണല്ലോ പറഞ്ഞത്, അതെന്താ എനിക്കിടാൻ പറ്റില്ലേ? അപ്പൊ ആ പെണ്ണ് എല്ലാവരുടെയും മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണേ. ആരെയും നോക്കണ്ട, ആരും ഒന്നും പറയില്ല, ഇനി അവളോട് തന്നെ ചോദിച്ചു നോക്ക് വേണമെങ്കിൽ. ഞാൻ ആദ്യം മെഹന്തി ഇടുന്നതിന് അവൾക്ക് വല്ല പ്രശ്നമുണ്ടോന്ന് എന്ന് ചോദിക്കുമ്പോൾ പ്രീതി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട്, നീ എന്ത് അവിവേക മനോരമ ഈ പറയുന്നത്? കല്യാണ പെണ്ണിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതല്ലേ, പിന്നെ നീ എന്തിനാ ഈ മെഹന്തി ഇടാൻ നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കട്ടോ. അതെന്താ കല്യാണ പെണ്ണിന്റെ കയ്യിൽ മാത്രമേ മെഹന്തി ഇടാൻ പാടുള്ളൂ എന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അഞ്ജലി വന്നിട്ട് എന്താ പ്രശ്നം ആന്റി എന്ന് ചോദിക്കുകയാണ്. അപ്പൊ കാര്യമൊക്കെ മുത്തശ്ശി പറയുമ്പോൾ, അയ്യോ ആന്റി, അത് പ്രീതിക്ക് വേണ്ടി നമ്മൾ സ്പെഷ്യലായിട്ട് പറഞ്ഞു വരുത്തിച്ചതാ, അങ്ങനെ ഇപ്പോ എന്റെ കയ്യിൽ ഇട്ടിട്ട് മതി അവളുടെ കയ്യിൽ ഇടുന്നത് എന്നൊക്കെ പറഞ്ഞ് അവിടെ പ്രശ്നം ഉണ്ടാവണതിന്റെ മുന്നേ തന്നെ നമ്മുടെ പ്രീതി പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല ആന്റി, ആന്റി ഇട്ടിട്ട് ലാസ്റ്റ് എന്റെ കയ്യിൽ ഇട്ടാ മതി എന്ന കാര്യം. അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, എങ്കിൽ പ്രീതി എന്റെ കൂടെ വാ, ഞാനേ കാഞ്ചീപുരത്ത് നിന്ന് നിനക്ക് റിസപ്ഷന് കൊടുക്കാൻ വേണ്ടിട്ട് നല്ലൊരു പട്ട് സാരി സ്പെഷ്യലായിട്ട് വരുത്തിച്ചിട്ടുണ്ട് എന്ന് പറയണേ. അപ്പോഴേക്കും വീണ്ടും നമ്മുടെ മനോരമ, അയ്യോ ഇത് പുലിവാലായല്ലോ, പുതിയ പട്ടുസാരി വരുത്തിക്കേ, എന്നോട് പറഞ്ഞില്ലല്ലോ ഈ അമ്മ, ഞാൻ ഇനി എണീറ്റ് പോയ പ്രശ്നമാവല്ലോ അമ്മ, അത് പിന്നെ ഞാനും. മനോരമ അവിടെ ഇരുന്നേ എന്ന് പറയണേ. മുത്തശ്ശി പ്രമീളയോടും അമ്മയോടും വരാൻ വേണ്ടിയിട്ട് പറയണേ. മുത്തശ്ശി പോയി കഴിഞ്ഞതിന് ശേഷം മനോരമ പറയുന്നുണ്ട്, അവിടെ ഇരിക്കി, സാരി ഇങ്ങോട്ട് കൊണ്ടുവരും, അപ്പൊ എല്ലാവർക്കും കാണാലോ, പിന്നെ എന്തിനാ നിങ്ങൾ അങ്ങോട്ട് പോകുന്നത്? അല്ല മുത്തശ്ശി അങ്ങോട്ട് ചെല്ലാനാണല്ലോ പറഞ്ഞത്, അവിടെ ഇരിക്കി എന്ന് പറഞ്ഞാൽ അവിടെ ഇരുത്തിക്കാട്ടോ. തുടർന്ന് പ്രീതിയും ശ്രുതിയും മുത്തശ്ശിയുടെ കൂടെ പോയിട്ട് ആ സാരിയൊക്കെ നോക്കുകയാണേ. ഹായ്, എന്ത് ഭംഗിയുള്ള പട്ടുസാരിയാ, എന്റെ ചേച്ചിക്ക് നല്ല മാച്ചാവുണ്ട് മുത്തശ്ശി, മുത്തശ്ശിയുടെ സെലക്ഷൻ അടിപൊളിയാ, എങ്ങനെയുണ്ട് അഞ്ജലി മാഡം എന്നൊക്കെ ചോദിക്കുമ്പോൾ അടിപൊളിയായിട്ടുണ്ട്, എന്ത് ഭംഗിയായി ഇപ്പൊ പ്രീതിയെ കാണാൻ എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ മനോരമ അവിടെ വന്ന് ഒളിഞ്ഞു നോക്കുകയാണ് കേട്ടോ. അയ്യോ എന്ത് ഭംഗിയുള്ള പട്ടുസാരിയാ, ഇവളെ എല്ലാരും കൂടി മിസ് വേൾഡ് ആക്കല്ലോ, ഞാൻ എങ്ങനെ അണിഞ്ഞൊരുങ്ങി നിന്നാലും അവളുടെ അടുത്ത് എന്നെ ആരും നോക്കില്ല, വാട്ടേ പിറ്റി എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ കുഞ്ഞനെ ഒന്ന് ഫോൺ വിളിച്ചിട്ട് കൂടി അവൻ എടുക്കുന്നില്ല. അവൻ എന്താ എടുത്താൽ ഞാനിങ്ങനെ ടെൻഷൻ അടിക്കുന്നത് അവൻ അറിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി അവിടെ നിന്ന് പറയാട്ടോ, എൻ്റെ കുട്ടികൃഷ്ണ, ഞാൻ പ്രാർത്ഥിച്ചത് അച്ചട്ടായല്ലോ, ആ കടലമിഠായി എവിടെയാണെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കിയേര്. അഞ്ജലി മേഡം ഒക്കെ ടെൻഷൻ അടിക്കുന്നത് കണ്ടില്ലേ, വിഷമം അഞ്ജലി മേഡത്തിന് മാത്രമാണോ എന്ന് ചോദിച്ചാൽ എനിക്കുണ്ട് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ നിൽക്കുന്നത്. അതിനുശേഷം അഞ്ജലി വിളിക്കുന്നിടത്തൊക്കെ പോയിട്ട് നമ്മുടെ ശ്രുതി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞനെ വിളിച്ച് നോക്കുന്നിടത്തൊന്നും കിട്ടുന്നില്ല, കുഞ്ഞൻ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല, ഭയങ്കര ടെൻഷനിലാണ് കേട്ടോ നമ്മുടെ അഞ്ജലി. അതിനുശേഷം നമ്മുടെ മനോരമ ചെന്നിട്ട് സാരിക്ക് അടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട്, നീ റിസപ്ഷന് ഈ സാരി ഉടുക്കണം എന്നല്ലല്ലോ പറഞ്ഞത്, നിനക്ക് പിങ്ക് സാരി അല്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആയിരുന്നു, പക്ഷെ അതെനിക്ക് ചേരുന്നില്ല, എനിക്ക് തോന്നുന്നത് ഇതായിരിക്കും എനിക്ക് കുറച്ചുകൂടെ ചേരുക എന്നാണ് എന്നൊക്കെ പറയുന്നതാണ് കേട്ടോ ലാസ്റ്റ് ഭാഗം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.